കല്ലറങ്ങാട്ടു പിതാവെ ഒരു പ്രവാചകന്റെ ധീരതയോടെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും തന്റെ സഭാമക്കളെ ബോധവാന്മാരാക്കുവാൻ അങ്ങ് കാട്ടിയ ധീരത ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. അങ്ങേ തിരുത്തുവാൻ, അങ്ങയുടെ വാക്കുകളെ പിൻവലിപ്പിക്കുവാൻ ഇവിടെ ചില സോക്കോൾഡ് ശക്തന്മാർ വ്രത പരിശ്രമിച്ചു. ജിഹാദികളുടെ സ്വന്തക്കാരായ എറണാകുളത്തെ സഭാവിരുദ്ധർ അങ്ങേക്കെതിരെ നിരന്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തി. എന്നാൽ അങ്ങ് ലെവലേശം കുലുങ്ങിയില്ല. പ്രൊഫസർ ടി.ജി. ജോസഫിനെതിരെ തങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത മതനിയമമായ കൈകാലുകൾ തിരശ്ചീന ദിശയിൽ മതസൂക്തങ്ങൾ ആക്രോശിച്ചുകൊണ്ട് വെട്ടുക എന്ന 72 ഹൂറികളുള്ള സ്വർഗം കിട്ടുന്ന പദ്ധതി മതഭീകര കൈകാൽ വെട്ടുന്നവരോട് ലോജിക് വെടുപ്പാക്കാഞ്ഞതിനാൽ നാർക്കോട്ടിക് ജിഹാദിനെതിരെ സംസാരിച്ച ജോസഫ് കല്ലറങ്ങാട്ടെന്ന പിതാവിനെ ശിക്ഷിച്ചുകൊണ്ട് ടി.ജെ. ജോസഫിൽ തങ്ങൾക്ക് സംഭവിച്ച ലോജിക്കൽ എറർ പരിഹരിക്കുവാൻ ചിലർ മതസൂക്തങ്ങൾ ആക്രോശിച്ചുകൊണ്ട് പാലായ്ക്ക് പാഞ്ഞു വന്നിട്ടും അങ്ങ് ഭയന്നില്ലെന്ന് മാത്രമല്ല, അങ്ങ് പറഞ്ഞതിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. ആ മനുഷ്യൻ നീ തന്നെ എന്ന് അധമ പ്രവൃത്തികൾ ചെയ്ത ദാവീദ് രാജാവിനോട് നാഥൻ പ്രവാചകൻ രാജാവിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് മുഖത്ത് നോക്കി വിളിച്ചു. പറഞ്ഞതുപോലെ ശക്തിയുടെ ആത്മാവിനെ ധരിച്ച, ധൈര്യത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട കരുത്തനായ സഭയുടെ വിശ്വസ്തനായ അങ്ങേപ്പോലെയുള്ള നല്ല പിതാക്കന്മാരിലാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. സഭ എന്നത് എല്ലാവരെയും സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് എല്ലാറ്റിലും വിട്ടുവീഴ്ച ചെയ്ത് സഭാവഞ്ചകരായ കുറെ ആളുകളെ കൊണ്ടും അനുസരണം കേട്ട വൈദികരെ കൊണ്ടും അഡ്ജസ്റ്റ്മെന്റിൽ ഓടിച്ചുകൊണ്ടു പോകേണ്ട കേവലം ഒരു പ്രസ്ഥാനമല്ലല്ലോ. സീറോ മലബാർ സഭ എന്താണെന്ന് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യമാക്കി കൊടുക്കേണ്ട ചുമതല ഇന്ന് സീറോ മലബാർ സഭാ നേതൃത്വത്തിനുണ്ട്. പശ്ചാത്തപിക്കാത്ത സഭാവഞ്ചകരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നതിനൊക്കെ ഒരു വ്യക്തമായ വെയിറ്റിംഗ് പീരീഡ് വേണം. ഇതിനകം 75,000 ലക്ഷം പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞു എന്ന വസ്തുത നാം മറക്കരുത്. അതുപോലെ സഭാവഞ്ചകരായ ക്രിമിനലുകളെ ചേർത്ത് പിടിക്കുന്നത് ആത്മഹത്യാപരമാണ്. ഈശോ പോലും തന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവരെ നിർബന്ധിച്ചു കൂടെ നിർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ സഭാദ്രോഹികളെ ചേർത്ത് പിടിച്ചേ പറ്റൂ എന്ന് ചിലർ നിരന്തരം ശഠിക്കുന്നുവെങ്കിൽ അതിലെന്തോ നിഗൂഢത ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ. രാജാവിനേക്കാളും വലിയ രാജഭക്തി അനാവശ്യമാണ്. സ്ഥിരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ അങ്ങ്. ഈ സഭയെ ഭയാനകമായ പതനത്തിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രവാചക തുല്യമായ ധീരത അങ്ങ് ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാവിയിൽ കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയട്ടെ എന്നും വിശ്വാസികൾ ആശംസിക്കുകയാണ്.